ഇവര് താഴെ വരും ജഡ്ജും ഡ്രസ് ചേഞ്ച് ചെയ്തു ഇതിലേക്ക് വന്ന് ഇങ്ങനെ പോകാൻ ആരെയും ടീച്ചേഴ്സ് വാ മോളെന്നല്ലേ പറഞ്ഞു.
Good morning, one and all. This morning is glorious because we are celebrating our students' graduation, celebrating their years of hard work and dedication. Laureate 2K25, the convocation ceremony of the College of Applied Science, Todupuzha, for the 2025 pass out. I am Anju Pidas, Assistant Professor of Commerce, and I am truly proud to be your host today because I witnessed my students, my children, stepping into a new world as graduates. This morning is also a precious and proud moment for the College of Applied Science, Todupuzha, because we are blessed with the presence of Honorable District Judge, District and Sessions Judge, and Honorable District Collector and other dignitaries. Proudly, I welcome you all to this glorious ceremony, Laureate 2K25. With your kind permission, let us begin this grand ceremony. To start, let us seek the blessings of the Almighty. I kindly request everyone to please rise for the invocation. College choir team, please. പ്രകാശം വിടർത്തുന്ന വിജ്ഞാന സൂര്യ തമസ്സിൻ മതിൽ നീക്കി മനസ്സിൽ വരൂ നീ തരൂപൻ പ്രഭാതം പ്രപഞ്ചം വിളങ്ങാൻ അനവദ്യമാവിദ്യ ഇരു നീക്കിയെന്നും അനുഭൂതി പകരുന്ന നിമിഷങ്ങളേകും ഹൃദയത്തിൽ വിടരുന്ന സ്നേഹാത്മ നിത്യം വദനങ്ങളിൽ ശാന്തി കിരണങ്ങളാകും പ്രണാമം പ്രണാമം മഹാജ്ഞാനസാര പ്രകാശം വിടർത്തുന്ന വിജ്ഞാന സൂര്യ തമസ്സിൻ മതിൽ നീക്കി മനസ്സിൽ വരൂ തരൂപൻ പ്രഭാതം പ്രപഞ്ചം വിളങ്ങാൻ. Thank you. Every great celebration begins with a heartfelt welcome. To extend that, I now invite Sri G. George, Head of the Department of Computer Science, to deliver the welcome address. Sir, please. ഇന്നത്തെ നമ്മുടെ യോഗാധ്യക്ഷ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിൻസിപ്പൽ ശ്രീമതി ശ്രീകല വി. ഇന്ന് നമ്മൾക്ക് വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്ന നമ്മളുടെ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് ഇടുക്കി ശ്രീ ശശികുമാർ PS, നമ്മളുടെ വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്ന നമ്മളുടെ ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, ഡോക്ടർ സിന്ധു S, നമ്മളുടെ മുൻ പ്രിൻസിപ്പൽ, ഇപ്പോൾ CAS കടുത്തിരിച്ച പ്രിൻസിപ്പല്, CAS കോളേജുകളുടെ കോർഡിനേറ്ററുമായിട്ടുള്ള സിന്ധു S, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് ശ്രീ ഫൈസൽ പി ഖാൻ, എന്റെ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, പേരൻസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ കോളേജിൽ നിന്ന് 2025 വിവിധ കോഴ്സുകൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ലോറിയാറ്റ് 2K25 എന്ന ചടങ്ങ് ഇവിടെ സമാരംഭിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ പ്രോഗ്രാം വിജയകരമാക്കുന്നതിന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ള ചുമതലയാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മളുടെ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ആദരണീയായ പ്രിൻസിപ്പൽ ശ്രീമതി ശ്രീകല വി. മാഡം, നമുക്കറിയാം എല്ലാ നമ്മളുടെ പ്രവർത്തനങ്ങൾക്കും എല്ലാ സപ്പോർട്ടും, എല്ലാ പിന്തുണയും, എല്ലാ സഹായവും നമുക്ക് എപ്പോഴും നൽകിക്കൊണ്ട് നമ്മളുടെ കൂടെ തന്നെ എപ്പോഴും നിലകൊള്ളുന്നു.
മാഡത്തിനെ ഞാൻ വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മളുടെ വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് ശശികുമാർ സാറിനെ ഞാൻ ഈ യോഗത്തിലേക്ക് എല്ലാ സ്നേഹത്തോടും ആദരവോടും കൂടി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മളുടെ വിശിഷ്ടാതിഥി എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്. അനേകം തിരക്കുകൾ ഉണ്ടായിട്ടും അദ്ദേഹം നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിനെ ഞാൻ വളരെ സ്നേഹത്തോടെയും ആത്മാർത്ഥത്തോടെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മളുടെ മുൻ പ്രിൻസിപ്പലും CAS കോളേജുകളുടെ കോർഡിനേറ്ററും ആയിട്ടുള്ള, ഇപ്പോൾ CAS കടുത്തുരുത്തിയുടെ പ്രിൻസിപ്പലുമായിട്ടുള്ള ഡോക്ടർ സിന്ധു എസ് മാഡത്തിനെ ഞാൻ ഈ യോഗത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളുടെ ഡയറക്ടർ ഇവിടെ വരാമെന്ന് സമ്മതിച്ചിരുന്നതാണ്. പക്ഷേ അവിചാരിതമായ ചില കാലാവസ്ഥാ പ്രശ്നങ്ങൾ മൂലം അദ്ദേഹത്തിന് ഡോക്ടർ VA അരുൺകുമാർ സാറിന് ഇവിടെ എത്തിച്ചേരാനായിട്ട് സാധിച്ചില്ല. അദ്ദേഹം ഇവിടെ വ്യക്തിപരമായി ഇവിടെ ചടങ്ങിൽ സംബന്ധിക്കുന്നില്ലെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സ് ഈ ചടങ്ങിനോടൊപ്പമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഈ കോളേജിലെ എല്ലാ സ്റ്റാഫിനെയും, എന്റെ എല്ലാ സഹപ്രവർത്തകരെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ 2025 വിവിധ കോഴ്സുകൾ കഴിഞ്ഞ നമ്മളുടെ സ്റ്റുഡൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ വളരെ സ്നേഹത്തോടുകൂടെ ഈ ചടങ്ങിലേക്ക് അവരെ സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ പാസ് ഔട്ടായി പോയ കുട്ടികളുടെ പേരൻസും അതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളുടെ പേരൻസും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും വളരെ സ്നേഹത്തോടെയും ആത്മാർത്ഥതയോടെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ പ്രൗഢമായ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir, for the warm welcome. Our respected principal, Srimati Srikala VT, has always been a constant source of inspiration for all of us. Her dedication, vision, and encouragement motivate both students and faculty to strive for greater achievements. It is now my privilege to invite her to deliver the presidential address. Please, ma'am. എല്ലാവർക്കും നമസ്കാരം. Respected Chief Guest of the day, Sri Shashikumar PS, Honorable District and Sessions Judge, Idiki, our esteemed guest of honor, Dr. Dinesh Cheruvat IAS, District Collector, Idiki, our special invitee, Dr. Sindhu S, Coordinator of Colleges of Applied Sciences and IHID, respected faculty members, proud parents, dear graduating students, ladies and gentlemen, and my dear students. ഇന്ന് സെപ്റ്റംബർ 26 ലോറിയ 2K25 നമ്മളുടെ പ്രസ്റ്റീജിയസ് സെറിമണിയാണ്, കോൺവെക്കേഷൻ സെറിമണിയാണ്. ഈ ദിവസം ഈ വേദിയിൽ നിൽക്കുമ്പോൾ വളരെയധികം അഭിമാനവും സന്തോഷവും ഞാൻ അനുഭവിക്കുന്നുണ്ട്. പ്രധാന കാരണം 2025 നമ്മളുടെ സ്കൂളിൽ അഭിമാനമായി, നമ്മുടെ കോളേജിൽ അഭിമാനമായി മികച്ച വിജയം നേടിത്തന്ന നമ്മളുടെ സ്റ്റുഡൻസിന്റെ ഗ്രാജുവേഷൻ സെറിമണിയാണ്. ഈ അവാർഡ് ഫംഗ്ഷനിൽ വളരെ ഗ്രേസ്ഫുള്ളായി അവര് നമ്മളുടെ മുമ്പിൽ പ്രസന്റ് ആയിട്ട് ഇരിക്കുന്നത് തന്നെ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്, ഒരു അന്തസ്സുറ്റ കാഴ്ചയാണ്. കൂടാതെ ഇന്ന് നമ്മളുടെ ഈ പ്രിയപ്പെട്ട സ്റ്റുഡൻസിനെ അവാർഡ് ചെയ്ത്, ഗ്രാജുവേഷൻ അവാർഡ് ചെയ്ത് ഓണർ ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മളുടെ സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ള വളരെ പ്രധാനപ്പെട്ട
വളരെ പ്രഗത്ഭരായ 2 ചീഫ് ഗസ്റ്റുകളാണ്. നമ്മുടെ ഡിസ്ട്രിക്ട് സെഷൻ ജഡ്ജ് ശ്രീ P.S. ശശികുമാർ സാർ, കൂടാതെ നമ്മളുടെ ഡിസ്ട്രിക്ട് കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാൾ IAS. ഈ 2 പേരുടെയും സാന്നിധ്യം നമുക്ക് ഏവർക്കും അഭിമാനകരമാണ്. ഈ അവസരത്തിൽ I express my sincere gratitude and deep respect for both of our chief guests for being here to honor our beloved students behalf of our college. നമുക്കറിയാം IHRD കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള ഓട്ടോണമസ് സ്ഥാപനമായ IHRD 87ഓളം സ്ഥാപനങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളതിന്റെ ഒരു കണ്ണിയാണ് 2000-2001 സ്ഥാപിതമായ നമ്മളുടെ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ്. ഇന്ന് ഈ സെറിമണിയിൽ നമ്മൾ ഈ വർഷത്തെ നമ്മളുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് കൂടി തുടക്കം കുറിക്കുകയാണ്. അതായത് 25 വർഷം നമ്മുടെ കോളേജ് സ്ഥാപിതമായിട്ട് പൂർത്തിയാകുകയാണ്. ഒട്ടേറെ പരിമിതികൾ ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ തൊടുപുഴ സൊസൈറ്റിയിൽ നമ്മുടെ സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വർഷങ്ങളായി നേടി വരുന്ന റാങ്കുകളും പ്ലേസ്മെന്റുകളും മറ്റും കൊണ്ട് നമ്മുടെ കോളേജിന് നമ്മളുടെ സാന്നിധ്യം ഈ ഇടുക്കി ജില്ലയിലാകെ കേരളത്തിലാകെ അറിയിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് നമ്മുടെ IHRD ഡയറക്ടർ അദ്ദേഹമായിരുന്നു ഈ മീറ്റിംഗ് ഇന്നിവിടെ പ്രിസൈഡ് ചെയ്യേണ്ടത്. പക്ഷേ വളരെ അവിചാരിതമായ കാരണങ്ങളാൽ ഇന്നലെ അദ്ദേഹത്തിന് സുഖമില്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള യാത്ര കാരണവും ഇന്നലെ ഒരു അവാർഡ് സെറമണി IHRDക്ക് ബെസ്റ്റ് ഗവർണൻസിനുള്ള ഒരു അവാർഡ് 2023-24 അവാർഡ് ഇന്നലെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വെച്ച് സമ്മാനിക്കുന്നുണ്ടായിരുന്നു. അതിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹത്തിന് ലേറ്റായി വന്നു, സുഖമില്ല. രാവിലെ പ്രതികൂല കാലാവസ്ഥ കാരണം അദ്ദേഹത്തിന് എത്താൻ പറ്റില്ലെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്റെ പ്രിൻസിപ്പൽ ഈ ഒരു പ്രസിഡൻഷ്യൽ അഡ്രസ് പ്രസിഡന്റ് ബോർഡിലേക്ക് മാറാനുണ്ടായ സാഹചര്യം. നമ്മുടെ IHRD മൊത്തം മുന്നോട്ട് നയിക്കുന്ന ഡയറക്ടറെയും ഈ അവസരത്തിൽ ഞാൻ ആദരപൂർവ്വം സ്മരിക്കുകയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗ്രാജുവേഷൻ ഒരു കോളേജ് ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് യഥാർത്ഥത്തിൽ നമ്മളുടെ കോൺവെക്കേഷൻ സെറിമണി. മനോഹരമായ ഒരു കാലഘട്ടത്തിന് ശേഷം നമ്മൾക്ക് ഇനിയുള്ള ജീവിതം എന്ന് പറയുമ്പോൾ വളരെ വെല്ലുവിളികളും അവസരങ്ങളും എല്ലാം നിറഞ്ഞതാണ്. അതിലേക്ക് എത്തിപ്പിടിക്കാൻ നിങ്ങളുടെ ശ്രമം ഇപ്പോഴേ തന്നെ തുടങ്ങിയവർ ധാരാളമുണ്ട്. ആ ശ്രമം കണ്ടിന്യൂസ് ആയി നിങ്ങൾ തുടരണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ നിങ്ങളുടെ പ്രിൻസിപ്പൽ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇന്നത്തെ ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന എല്ലാവരോടും നമ്മളുടെ ഓണേഡ് സ്റ്റുഡൻസിന്റെ പേരൻസ് എത്തിയിട്ടുണ്ട്. നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. എത്തിച്ചേർന്നതിനുള്ള വളരെ തിരക്കേറിയ വ്യക്തിത്വങ്ങളായിട്ടുകൂടി എനിക്കറിയാം നമ്മളുടെ ഡിസ്ട്രിക്ട് ജഡ്ജ്, നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടർ സമൂഹത്തോട് ഏറ്റവും കൂടുതൽ തിരക്കുകളുള്ള പ്രതിബദ്ധതയുള്ള വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മളുടെ ഈ സെറമണി ഗ്രാജുവേഷൻ സെറമണിയുടെ പ്രാധാന്യം ഉൾക്കൊണ്ട് യുവതലമുറയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമായി അതിനെ എടുത്ത് താല്പര്യപൂർവ്വം നമ്മളുടെ ഡിസ്റ്റിംഗ്വിഷ്ഡ് ഗസ്റ്റ് ഇവിടെ എത്തിച്ചേർന്നിട്ട് കാരണം അത് തന്നെയാണ്. നമ്മളുടെ ക്ഷണം സന്തോഷം സ്വീകരിച്ച് നമ്മുടെ ചീഫ് ഗസ്റ്റ് ഇവിടെ എത്തിച്ചേർന്നതിൽ നിങ്ങളോടൊപ്പം തന്നെ നമ്മുടെ കോളേജിന്റെ സന്തോഷം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിനുള്ള ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാ സ്റ്റുഡൻസിനെയും അഭിനന്ദിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. Thank you, ma'am, for your enlightening words and continued guidance. Now, it's time for the most awaited moment, the inauguration of Laureate 2K25. As tradition holds, we begin this grand ceremony with the lighting of the ceremonial lamp, a symbol of wisdom, hope, and new beginnings. I warmly welcome all our dignitaries to the ceremony. It is a special honor to invite our esteemed District and Sessions Judge Sri Shashikumar P.S. and respected District Collector Dr. Dineshan Cheruval IAS to kindly light the ceremonial lamp. May I also request our principals Srikala VT, Dr. Sindhu S, Principal CAS Kaduthurthi and Academic Coordinator of CAS under IHRD,
and other distinguished guests to kindly join them on the stage for this ceremony. Audience, please stand. Thank you, dignitaries, for lighting the lamp and blessing this occasion. May this light inspire our graduates to shine in all their future endeavors. Well, the presence of Sri Shashikumar PS, Honorable District and Sessions Judge, adds immense value to today's ceremony. He has served the judiciary with distinction and is widely respected for his fairness, integrity, and commitment to justice. We are truly honored to have him with us on this special occasion. It is now my privilege to invite Sri Shashikumar PS, Honorable District and Sessions Judge, to deliver the Guest of Honor's address. Please join me in welcoming him warmly. Please give him a huge round of applause, please. K25 എന്ന ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷ ശ്രീമതി ശ്രീകല വിധി പ്രിൻസിപ്പൽ ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള സംസ്ഥാനത്തെ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ജില്ലയായ ഇടുക്കിയുടെ ജില്ലാ ഭരണ മേധാവി ഡോക്ടർ ദിനേശൻ ചെറുവാർ, മറ്റ് വേദിയിൽ ഇരിക്കുന്ന പ്രഗത്ഭരായ സുഹൃത്തുക്കളെ, ഇന്ന് രാവിലെ വരെ അല്പം ബുദ്ധിമുട്ടിൽ നിന്നിരുന്ന അന്തരീക്ഷത്തിൽ നിന്ന് മാറി നല്ല തെളിമയാർന്ന ഒരു പ്രഭാതം അല്ലെങ്കിൽ ഒരു പുലരി നമുക്ക് സമ്മാനിച്ച, അതിനോടൊപ്പം തന്നെ നിറഞ്ഞ മനസ്സോടെ പുഞ്ചിരിയോടെ ഇരിക്കുന്ന നല്ല സുഹൃത്തുക്കളായ, വിദ്യാഭ്യാസത്തിന്റെ ഒരു കാലഘട്ടം കഴിഞ്ഞ അവാർഡുകൾ വാങ്ങാൻ നിറഞ്ഞ മനസ്സോടെ ഇരിക്കുന്ന എന്റെ ചെറിയ കൂട്ടുകാർ, അവരുടെ മാതാപിതാക്കൾ, മറ്റ് സുഹൃത്തുക്കൾ, ഏതായാലും ഞാനിപ്പോ വന്നപ്പോ കളക്ടറോട് ചോദിച്ചു, ഇങ്ങനൊരു പരിപാടി ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ടാണ്. അപ്പൊ കളക്ടറും പറഞ്ഞു, കളക്ടറിനും ഇങ്ങനൊരു പരിപാടി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേഷവിധാനം ചെയ്യുന്നത്. അതിന് നിങ്ങളുടെ കോളേജിൽ വരാൻ കഴിഞ്ഞത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമായി ഞങ്ങൾ കാണും. കാരണം ഞങ്ങളും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ്, പക്ഷേ ഞങ്ങൾക്ക് ആ സമയത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഒരു വലിയ കവറിനകത്ത് വീട്ടിൽ അയച്ചു തരും സർട്ടിഫിക്കറ്റ്, പ്ലസ് അവിടെ കൊണ്ട് അവസാനിക്കുമായിരുന്നു.
ഈ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിലേക്ക് സയൻസുമായി യാതൊരു ബന്ധവുമില്ലാത്ത എന്നെ പോലുള്ള ജുഡീഷ്യൽ ഓഫീസർമാരെ വിളിച്ചു വരുത്തിയതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ഞാനൊരു രണ്ട് സെമ്മ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ LLM പോയിരുന്നു. അവിടെ ചെന്നപ്പോഴും അന്നത്തെ ഗവർണർ ചോദിച്ച സാധനമാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അതിനകത്ത് എന്തിനാ ലോ, ഒരു ലോ ഡിപ്പാർട്ട്മെന്റ് അതിനകത്തുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, ഇതിനെല്ലാത്തിന്റെ പിന്നിൽ, സയൻസിന്റെ പിന്നിലായാലും ഏതിന്റെ പിന്നിലായാലും പ്രവർത്തിയുടെ പിന്നിൽ ഒരു ലോ ഉണ്ട്, ഒരു നിയമമുണ്ട്. ആ നിയമം വെച്ചിട്ടുള്ള കൈകാര്യം ചെയ്യുന്ന ഒരാൾ ഞങ്ങൾ എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇവിടുത്തെ മേലധികാരികൾ എന്നെ വന്ന് ഇത് സാറിന് നിർബന്ധമായും പങ്കെടുക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ വന്നപ്പോൾ ഞാൻ പറഞ്ഞ ചോദ്യം, മേഡം ഞാൻ വന്നില്ലെങ്കിൽ നിങ്ങൾ അല്ലേ? അപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ അന്ന് വരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പരിപാടി മാറ്റി വെക്കൂ, നിർത്തി വെക്കൂ എന്ന് വെച്ചപ്പോൾ മാഡം അപ്പൊ തന്നെ പറഞ്ഞ റെസ്പോൺസ് മറ്റൊരു ദിവസം കണ്ടത് എന്നുവെച്ചാൽ സാറ് തന്നെ വരണം എന്ന് പറഞ്ഞ ആ ഒരു സഡൻ റെസ്പോൺസ്. നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ളതല്ല, നമ്മളെ എങ്ങനെ പ്രതികരിക്കുന്നു, ഒരു സിറ്റുവേഷനെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അത് ഇവിടുത്തെ പ്രിൻസിപ്പലിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് അപ്പോൾ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, പ്രിൻസിപ്പൽ ഇങ്ങനെയാണ് ഈ കുട്ടികൾ എങ്ങനെയായിരിക്കും. സഡൻ റെസ്പോൺസ്. നമ്മുടെ സമൂഹത്തെ ഒരു സിറ്റുവേഷനെ നമ്മൾ ഫേസ് ചെയ്യാൻ, ടാക്കിൾ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള സഡൻ ആയിട്ടുള്ള റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവ്, പ്രാപ്തി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും നമ്മുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു വിജയമായി നമ്മൾ കാണേണ്ടത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയേ എല്ലാവരും പ്ലീസ്. അങ്ങനെ തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല, ചെയ്യാത്തൊരു കാര്യങ്ങളുണ്ടോ? ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. വിരലുകളുള്ള ജീവികളിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ഉള്ള മനുഷ്യർക്ക് മാത്രമേ പറ്റുള്ളൂ. വിരലുകളുള്ള ജീവികളിൽ ഇങ്ങനെ തള്ളകളും ചൂട്ടുകളും ഇത് രണ്ടും ചെയ്യാൻ, ഇങ്ങനെ കൂട്ടിപ്പിടിക്കാൻ പറ്റുന്നത് ഏക ജീവി മനുഷ്യർക്ക് മാത്രമേ പറ്റൂ. അല്ലെങ്കിൽ മനുഷ്യരൂപം കൊണ്ട ദൈവങ്ങളോട് ഇത് നിങ്ങൾ വീണ്ടും ചിന്തിച്ചു നോക്ക്. ഈ കുരങ്ങന്മാരായി കൂടുതൽ കുരങ്ങന്മാർ ചിന്തിച്ചതൊക്കെ അല്ലെ, അവരൊരിക്കലും തള്ള വിരളെ ഇങ്ങനെ കൂട്ടിപ്പിടിക്കാൻ പറ്റില്ല, നമുക്ക് മാത്രമേ പറ്റുള്ളൂ. ഇനി ഈ ഭൂമിയിലെ ജീവജാലങ്ങളിൽ, ജന്തുക്കളിൽ ഭൂമിയോട് അതേപോലെ ജീവിക്കുന്ന അല്ലെങ്കിൽ അതേപോലെ സഞ്ചരിക്കാൻ കഴിയുന്നത് മനുഷ്യർ പഠിച്ച് ബാക്കിയെല്ലാവർക്ക് അങ്ങനെ പറ്റുള്ളൂ. പാരലായിട്ട്, നമ്മളോ ലംബമായിട്ട്. ശരിയല്ലേ? മനുഷ്യർ ഭൂമിക്ക് നേരെ ലംബമായിട്ടാണ് നിൽക്കുന്നത്. ബാക്കി ഏത് ജീവിയോ നോക്കുള്ളൂ പാരലായിരിക്കും. അല്ല വേറെ ഏതെങ്കിലും ഉണ്ടോ ജീവി ഉണ്ടോ? നിങ്ങൾക്കിപ്പോ നിങ്ങൾ പഠിച്ചതല്ലേ, പഠിച്ചത് എന്താ നട്ടല് നിവർന്ന് തലയുയർത്തി നിൽക്കുന്ന ഏക ജന്തു അല്ലെങ്കിൽ ആനിമൽ ഉള്ളിൽ ഹ്യൂമൻ ബീയിങ്. അതുകൊണ്ടായിരിക്കാം 1913 നോബൽ പ്രൈസ് കൊണ്ടുവന്ന ആനന്ദ് ടാഗോറിന്റെ കവിത, രവീന്ദ്രനാഥ് ടാഗോറിന്റെ കവിതയിൽ വേർ ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ എന്ന് പറയാൻ അല്ലെങ്കിൽ ചോദിക്കാൻ ഒരു പക്ഷേ ആ കവിക്ക് തോന്നിയത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും നമ്മൾ സ്കൂളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇവിടെ നിങ്ങൾ കഴിച്ചുകൂട്ടിയ കാലഘട്ടത്തിൽ നിന്നും ഇനി വരുന്ന കാലഘട്ടങ്ങളിലേക്കാണ് നമ്മൾ ഇനി പഠിക്കേണ്ടത്. ഇതുവരെ നമ്മൾ അധ്യാപകർ പറഞ്ഞു തന്ന സിലബസിലുള്ള അല്ലെങ്കിൽ സിലബസിൽ വരാൻ സാധ്യതയുള്ള കുറെ കാര്യങ്ങൾ മാത്രമാണ് പഠിച്ച് മാർക്ക് മേടിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടിയത്. ഇനി സിലബസിൽ ഇല്ലാത്തത്, സമൂഹത്തിലുള്ളത്, ജീവിതത്തിൽ നിന്ന് ലഭിക്കേണ്ടത് ഒക്കെ അതിന് നമ്മൾ ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് സിറ്റുവേഷൻസ്, ബുദ്ധിമുട്ടുകൾ, ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും.
അപ്പോഴൊക്കെ നമ്മൾ അതേ ചിന്തിക്കേണ്ടുള്ളൂ. ഫേസ് ദ ബ്രൂട്ട് അല്ലെ, ഫേസ് ദ ബ്രൂട്ട്, അതർവൈസ് ദേ വിൽ ഫോളോ യു. അതിനെ ഫേസ് ചെയ്യുക. ഫേസ് ചെയ്യാതിരുന്നാൽ അത് നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. ഫേസ് ദ ബ്രൂട്ട്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കൂടുതലായിട്ട് ഒന്നും തന്നെ പറയാനില്ല. ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചേക്കാൻ വിചാരിച്ചു. ഞാനൊരു വിചാരങ്ങളൊക്കെ പറയുന്ന കഥയാണ്. കേട്ടിട്ടുള്ളത് നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള കഥയുമായിരിക്കും. ഒരു ഏതെങ്കിലും രാജ്യത്ത് ഒരു പേഷ്യനായിക്കോട്ടെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ആയിക്കോട്ടെ, അദ്ദേഹത്തിന് 3 മക്കൾ. ഒരുപാട് കാര്യങ്ങൾ അല്ലെ വസ്തുവകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു വസിയത്ത് എഴുതി കൊടുക്കും. വസിയത്തിന് അറിയാമല്ലോ, വില്ല് വസിയത്ത് വില്ല്. 3 ആൺമക്കളാണുള്ളത്. അദ്ദേഹം മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് വസിയത്ത് എഴുതി, അല്ലെങ്കിൽ വില്ലെഴുതി, പത്രം എഴുതി. അപ്പോ 17 കറുത്ത കുതിരകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. കഥ കേട്ടിട്ടുള്ളവർക്ക് ദൈവീയത ഉണ്ടായിരിക്കുക. 17 കറുത്ത കുതിരകളുണ്ടായിരുന്നു. 3 ആൺമക്കൾ. വസീയത്തിനകത്ത് വില്ലിനകത്ത് എഴുതി വെച്ചു, ഈ 17 കുതിരകളിൽ 3/2 ഭാഗം മൂത്തവന് കൊടുക്കണം, മൂത്ത മകന്. 1/6 ഭാഗം 17 കുതിരകളിൽ 1/6 ഭാഗം രണ്ടാമത്തെ മകന്. ഏറ്റവും ഇളയ മകൻ അത്രയും കുസൃതിയാണ്. എല്ലാ വീട്ടിലും അങ്ങനെയാണ്. ഇളയ കുട്ടികളാണെങ്കിൽ കുസൃതികളായിരിക്കും. ഏറ്റവും ഇളയ മകന് 9/1 17 കുതിരകളിൽ 9/1 കുതിരകൾ ഇളയ മകന്. അങ്ങനെ 3 മക്കൾക്കായി വീതിച്ചു കൊടുക്കണം എന്ന് വസിയത്ത് എഴുതി ആള് തട്ടിപ്പോയി. സ്വാഭാവികമായും പിന്നെ ചേട്ടന്യമാർ തമ്മിൽ തർക്കമായി, ബഹളമായി. കുതിരയെ മുറിച്ചെടുക്കാനോ ഒന്നും ചെയ്യാൻ പാടില്ല. ഒറിജിനൽ കുതിരകളെ തന്നെ കൊണ്ടുപോകണം. അങ്ങനെയായി പ്രശ്നങ്ങളായി. അപ്പോഴാണ് അറിവും വിജ്ഞാനവുമുള്ള നിങ്ങളെ പോലുള്ള ആളെ അവിടെ അവര് കണ്ടെത്തുന്നത്. ജിബിൻ, ശരി, ജിബിൻ ചെല്ലുന്നു. ജിബിൻ അതെങ്ങനെ വീതിച്ചു കൊടുത്തു? ആ വന്ന ആൾ, അയാളുടെ കയ്യിൽ ഒരു വെളുത്ത കുതിര ഉണ്ടായിരുന്നു. ഒരു അന്ന് പിന്നെ പഴയ കാലഘട്ടമല്ലേ, കുതിരയെ കഥയിൽ ചോദ്യം പാടില്ല കേട്ടോ. ആ വെളുത്ത കുതിരയെ കൊണ്ടുവന്ന ഈ 17 കുതിരയോടൊപ്പം കൂട്ടിക്കെട്ടി. അപ്പോൾ 18ആയി. ആ 18ന്റെ 3/2 എടുക്കാൻ പറഞ്ഞു. എണ്ണീട്ട് ഈ 18 കുതിരയുടെ 3/2 എടുക്കാൻ പറഞ്ഞു. അപ്പൊ എന്തായി? 18ന്റെ 3/2 12 കുതിര. ഓക്കെ. അപ്പൊ മൂത്ത മകന് 12 കുതിര പക്കാ കിട്ടും. വീണ്ടും 18ന്റെ 6/1 രണ്ടാമത്തെ മകന് കൊടുക്കണമല്ലോ. അപ്പൊ എത്ര കുതിര കിട്ടും? 3 കുതിര. ഓക്കെ അല്ലേ? അത് രണ്ടാമത്തെ മകന്. 18ന്റെ 9/1 ഇളയ മകന്. അപ്പൊ എത്ര കുതിര? 2 കുതിര അല്ലേ? അപ്പോൾ 12 + 3 + 2 എത്രയായി? 17. ബാക്കി അദ്ദേഹത്തിന്റെ വെള്ള കുതിര അദ്ദേഹത്തിലേക്ക് തള്ളി വന്നില്ലേ? ആ 17 കുതിരയെ 3/2 6/1 9/1 വ്യക്തമായി വീതിച്ച് അദ്ദേഹത്തിന് കൊടുക്കുകയും നിങ്ങൾ കൂട്ടിക്കെട്ടിയ വെളുത്ത കുതിര നിങ്ങൾക്ക് സ്വന്തം ചെത്തിയില്ലേ? യെസ്, അങ്ങനെയായിരിക്കണം നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ വിദ്യാഭ്യാസത്തിന്റെ സർട്ടിഫിക്കറ്റുകളും തുടർന്നുള്ള കാര്യങ്ങളും ആ രീതിയിൽ ഉപകരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു പുതിയ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Thank you, sir, for your inspiring words and for honoring us with your presence today. Well, we are truly privileged to have Dr. Dineshan Cheruvan IAS, Honorable District Collector, with us on this special occasion.
His unwavering commitment to public service and progressive vision make him a true role model for today's generation. We are deeply grateful that he has taken time from his busy schedule to be here. It is now my honor to invite Dr. Dineshan Cherwar IAS to deliver the Guest of Honor's address. Please join me in welcoming him warmly. ഈ ചടങ്ങിന്റെ ബഹുമാന്യായ അധ്യക്ഷ പ്രിൻസിപ്പൽ ശ്രീകല മാഡം, അതുപോലെ തന്നെ സിന്ധു മാഡം, നമ്മുടെ റെസ്പെക്ടഡ് ഓണറബിൾ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ ജഡ്ജ് ശശികുമാർ സാർ, സാറിന്റെ സ്റ്റോറിയൊക്കെ കേട്ടപ്പോഴേ ഞാൻ പറഞ്ഞു അത് തുടർച്ചയായി സംസാരിക്കാം. എനിക്കും കുറെ സംസാരിക്കണം തോന്നുന്നു. സാറിന്റെ സമയത്തിനനുസരിച്ചിട്ട് ഞാൻ സംസാരിക്കുള്ളൂ. അതുപോലെ തന്നെ സിന്ധു മാഡം, അതുപോലെ തന്നെ ഡിയർ ഫാക്കൽറ്റീസ് ആൻഡ് സ്റ്റുഡൻസ്, ഞാനതാ പറഞ്ഞു സാറിന്റെ ഈ സംസാരം കേട്ടപ്പോഴേ ഇത്രയും ഒരു ജഡ്ജിന്റെ അടുത്ത് ഞാൻ കുറച്ച് കനത്തിലൊക്കെ കുറെ ഉപദേശങ്ങളൊക്കെ കിട്ടുന്നതാണ്. പക്ഷെ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമാണ് ജുഡീഷ്യറി എന്നാണ് ഈ സംസാരത്തിൽ എനിക്ക് ആദ്യമായിട്ട് മനസ്സിലായത്. അതുകൊണ്ട് ഞാനും അതുപോലെ അതിന്റെ തുടർച്ചയായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കുറെ പേരൊക്കെ കാർ സ്റ്റഡീസിനും, കുറെ പേര് ചിലപ്പോ ഇതുമായിട്ട് ജോബ് ഹണ്ടിങ് ആണല്ലോ. നമ്മള് ഒരു ആവറേജ് ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ എന്തും സാധിക്കും എന്നുള്ളതാണ് എനിക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ നമ്മളോട് പറയാനുള്ളത്. നമ്മുടെ ഒരു അൽഫോൺസ് കണ്ടെന്നാലും IAS പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം IAS ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. അദ്ദേഹം മോഡറേഷനിലാണ് SLC പാസ്സായെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അയാൾക്ക് 210 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പറഞ്ഞ മോഡറേഷനിലാണ് പാസ്സായത്. ഈ മോഡറേഷനിൽ SLC പാസ്സായ അൽഫോൺ കണ്ടാൻ എങ്ങനെയാണ് IAS ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചത്? പരിശ്രമം മാത്രമാണല്ലേ. നിങ്ങളുടെ ഈ കോഴ്സ് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി കാലഘട്ടമാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല. ഒരുപാട് സന്തോഷങ്ങൾ, അതിന്റെ ഇടയിൽ പഠനത്തിന്റെ ചെറിയ ടെൻഷനുകൾ. പക്ഷെ എങ്കിലും പഠനത്തിന്റെ ചെറിയ ടെൻഷനുകൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ വിദ്യാർത്ഥി കാലഘട്ടം തന്നെയായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് നിങ്ങൾ ജോബിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷനാണോ എന്നുള്ളതല്ല അതിന്റെ മീനിങ്. ഞാൻ എന്റെ സ്റ്റാഫിനോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ആദ്യത്തെ ഒരു മീറ്റിംഗ് ഞാൻ പറയാറ് എൻജോയ് യുവർ വർക്ക് എന്നുള്ളത്. നിങ്ങൾ എന്ത് ജോലിയായാലും ആസ്വദിച്ച് ചെയ്യുക എന്നുള്ളത്. ജീവിതം ആസ്വദിക്കാനുള്ളതാണല്ലേ. നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. സ്വാതന്ത്ര്യ ആഗോളമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. 1% ഒരു ദുരുപയോഗപ്പെടുത്തരുത് എന്നുള്ളതാണ്. ഇപ്പൊ ഒരുപാട് ദുരുപയോഗങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ് ജുഡീഷ്യറിക്ക് ഇന്ന് ഇത്രയും പണിയുള്ളത്. ഞാൻ ഇന്നലെ വൈകിട്ട് കുടലൂർക്കുടി എന്ന് നമ്മുടെ വട്ടവട ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വിദൂരമായ ഒരു കുടിയിലാണ് പോയത്. അപ്പൊ അവിടെ ചടങ്ങുകൾ ഞാൻ അത് വിശദീകരിക്കാൻ പറ്റുന്ന ഒരുപാട് സമയം. ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോഴും എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം, നമ്മുടെ അതിനെ ജഡ്ജുള്ളത് കൂടിയാണ് ഞാൻ പറയുന്നത്. അവിടെ എല്ലാ ആഴ്ചയും അവര് തമ്മിലുള്ള ഡിസ്പ്യൂട്ട് തീർക്കുന്നതിന് അവിടുത്തെ കുടിയിലെ പ്രായമുള്ള എല്ലാവരും കൂടിയിരുന്ന്, ഞാൻ സാറിന്റെ ഒരു പഠനം കാണിച്ചത് സാർ, കൂടിയിരുന്ന് എന്തെങ്കിലും തർക്കമുള്ളവരൊക്കെ അവിടത്തേക്ക് കൊണ്ടുവരും. കുട്ടികളാണെങ്കിൽ കുട്ടികള് എന്തെങ്കിലും മദ്യപാനത്തിനൊക്കെ പോയിട്ട് അവിടെ കുടിച്ച് ശാസിച്ച് ഉപദേശിച്ച് പിന്നെ അവര് പിന്നീട് ആ പ്രവൃത്തി ചെയ്യില്ല എന്നുള്ളത് അവർ ഉറപ്പുവരുത്തുന്നുണ്ട്. ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു ജുഡീഷ്യൽ സംവിധാനത്തെ കുറിച്ച് ഇന്നലെ ഞാൻ വളരെ മനോഹരമായിട്ട് കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, ഭാര്യാഭർത്താക്കന്മാരൊക്കെ തമ്മിൽ അടികൂടിയാൽ ഇവിടെ വരുമെന്ന് വെച്ചു. തീർച്ചയായിട്ടും വരും. പക്ഷെ ഇവിടെ കൊണ്ട് അവരവിടെ തീരുമെന്നാണ് പറയുന്നത്. ഇവിടെ കൊണ്ട് അവർ നമ്മള് തീരപ്രദേശത്ത് ഇങ്ങനെ കടൽക്കോടതി എന്ന് പറയും, കടൽക്കോടതികളുണ്ട്. അവിടെ മുഖവര് തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവര് തമ്മിൽ ഡിസ്പ്യൂട്ട് തീർക്കും. അപ്പൊ നമ്മൾ സാറ് പറഞ്ഞത് തീർച്ചയായും പറയുന്നത് നമ്മുടെ ഈ ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ വിഷയങ്ങളും എല്ലാം പരസ്പരം ഇന്റർകണക്റ്റഡ് ആണ്. അത് ആദ്യം മനസ്സിലാക്കുക. സാറ് ഫസ്റ്റ് പറഞ്ഞ് നിങ്ങളതിന്റെ കാര്യം മനസ്സിലാക്കിയിരുന്നു. നിങ്ങൾ ഏത് ഫീൽഡിൽ പോയി കഴിഞ്ഞാലും സയൻസിന്റെയും ടെക്നോളജിയുടെയും സമൂഹത്തിന്റെ എല്ലാ വിഷയങ്ങളും നിങ്ങളെ ടച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. എല്ലാം ടച്ച് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഒരു സമൂഹത്തിലൊരു കർത്തവ്യത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ജോലി മാത്രമായിട്ട്, ഒരു എഞ്ചിനീയറിംഗ് ജോലി മാത്രമായിട്ട് നിങ്ങളുടെ ജീവിതം പരിമിതപ്പെടുത്താൻ പറ്റില്ല. ബാക്കിയെല്ലാം നിങ്ങളുടെ കൂടെ ഇങ്ങനെ ഫോളോ ചെയ്തിരിക്കും. അപ്പോൾ ഇതിലൊരു സമഗ്ര സമീപനം വേണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ വളരെ ഒരു നല്ല പൊസിഷനിലെത്തി. നിങ്ങൾ ഇവിടുത്തെ സമൂഹത്തിന്റെ ചില ചിട്ടകൾ നിങ്ങൾക്ക് പാലിക്കാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ നിയമങ്ങൾ പാലിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ നമുക്കൊരു വലിയ കർത്തവ്യമുള്ളത് നിങ്ങളോട് ചുമതലയുള്ള പോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തോട് ചുമതലയുള്ളതുപോലെ തന്നെ നിങ്ങളുടെ സമൂഹത്തോട് ചുമതലയുണ്ട് എന്നുള്ളതാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. അപ്പൊ ഒരു ഉത്തമ പൗരന്മാരാവുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആ ചുമതലകളും
പിന്നെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാനൊരു വാക്യം അവരിൽ സന്തോഷം എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പൊ നിങ്ങൾ ഏത് കുട്ടികളായിരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്, ജീവിതത്തിൽ മുഴുവൻ സന്തോഷമുണ്ട്. ചിലവരൊക്കെ പിന്നെ വളരെ റിച്ചായ സന്തോഷമുള്ളവരെ കണ്ടിട്ടുണ്ട്. അവരങ്ങനെ റിച്ചായിക്കൊണ്ടേയിരിക്കും. ബിസിനസ് ഒക്കെ എവിടെയാണ് അവസാനിക്കുന്നത് നമുക്കറിയാം. ചിലർ നല്ല പൊസിഷനിലെത്തിയ ഭയങ്കര സന്തോഷം ഉണ്ടാവും. ചിലവർക്കാണെങ്കിൽ ഒരു സ്മോൾ ചിലർക്ക് നല്ല സന്തോഷം വരുമായിരിക്കും, അല്ലേ? ഇപ്പോഴാണെങ്കിൽ എന്താണ് ചിലപ്പോൾ അതൊന്നും പോരാതെ കുറച്ച് കഞ്ചാവ് MDMA അടിച്ചു കഴിഞ്ഞാൽ സന്തോഷം വരുന്നത്. പക്ഷെ MDMA അടിക്കുമ്പോഴത്തേക്കുള്ള വിഷയം എന്താണ്? ഒരു 6-7 വർഷം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം തീർന്നല്ലേ? അവരങ്ങോട്ടൊക്കെ പ്രവർത്തനമൊക്കെ നിലച്ചിട്ട് പിന്നെ സമൂഹത്തിന് ആർക്കും വേണ്ട, വീട്ടുകാർക്കും വേണ്ടാത്ത രീതിയിലുള്ള ഒരു ശരീരമായി മാറും നമ്മുടെ. മനുഷ്യ ശരീരം വളരെ പവിത്രമാണ്. നിങ്ങൾ നോക്കൂ, ഇത്രയേറെ ജീവജാലങ്ങളിൽ സാർ പറഞ്ഞൊരു പ്രധാന കാര്യമുണ്ട്. നിവർന്ന് നടക്കുന്ന ഒരു ജീവിയുടെ മനുഷ്യൻ ഇത്രയും പുരോഗതി മറ്റു ജീവികളെയൊക്കെ അടക്കി ഭരിക്കാൻ പാകത്തിൽ ഇത്രയും പുരോഗതി നേടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഒരു സുപ്പീരിയർ ബ്രെയിൻ, അല്ലെ? ബ്രെയിനാണ് നമ്മുടെ സുപ്പീരിയർ. ഏറ്റവും കൂടുതൽ നമ്മുടെ ബ്രെയിനിൽ കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ ബ്രെയിൻ വോളിയം ഏറ്റവും കൂടുതലുള്ളത് മനുഷ്യനാണ്. കമ്പാരിറ്റീവ് ബോഡി സൈസ് നോക്കിക്കഴിഞ്ഞാൽ ബ്രെയിൻ ഏറ്റവും കൂടുതൽ മനുഷ്യനാണ്. പിന്നെ ഈ കുതിരയുടെ നടത്തം നമുക്ക് പരിസരങ്ങളിലേക്ക് കൃത്യമായി വീക്ഷിക്കാനും ഒക്കെ വളരെയധികം സഹായമാണ് കൂടുതൽ തരും. പിന്നെന്താണ്? നമ്മുടെ ഈ വിരലുകളിൽ, ഈ വിരലുകൾക്ക് ഇത്രയും സ്വാതന്ത്ര്യമുള്ള വിരലുകൾ വേറെ ഒരു മനുഷ്യന് ഒരു ജീവിക്കില്ല. നമുക്ക് എന്ത് ജോലിയും ചെയ്യാം. അള്ളിപ്പിടിച്ച് മരത്തിൽ കയറാം. എന്റെ ലേറ്റസ്റ്റ് ആകുന്ന കമ്പ്യൂട്ടറിലെ കീബോർഡിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. വേറെ ഇത്രയും വ്യത്യസ്തമായ ജോലികൾ ചെയ്യാൻ പറ്റുന്ന ഒരു ശരീരഭാഗങ്ങളും ബുദ്ധിയും നിവർന്ന് നടത്തുകയൊക്കെ മനുഷ്യന് മാത്രമാണ്. അപ്പോൾ ഈ കഴിവുകളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. പക്ഷെ ഈ ബുദ്ധിയുടെ ഉപയോഗം നല്ലതിനാവുമ്പോഴത്തേക്ക് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവും, നമ്മുടെ കൂടെയുള്ളവർക്ക് അഭിവൃദ്ധി ഉണ്ടാവും. അത്തരത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുന്നു. എല്ലാ ശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ സയൻസിന്റെ എല്ലാം നമ്മൾ ഇന്റർ കണക്റ്റഡ് ആണ്. എല്ലാത്തിനെ കുറിച്ചും. പിന്നെ നിങ്ങളുടെ ഇനി ജോലിക്ക് പോകുമ്പോഴത്തേക്ക് ഒരു പ്രധാന കാര്യം എന്താണ്? നിങ്ങളുടെ ഒരു ജോബിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതിന് പ്രധാന സബ്ജക്ട് എന്താണ്? ജനറൽ സ്റ്റഡീസ് ആണല്ലേ? എന്തിനാണ് ഈ ജനറൽ സ്റ്റഡീസ് ഒരു പ്രധാന മുഖ്യ വിഷയമായിട്ട് ഇപ്പം സിവിൽ സർവീസ് തൊട്ട് ഏത് വിഷയത്തിലും മുഖ്യ വിഷയമായിട്ട് നമ്മൾ പിന്നെ ഈ പരീക്ഷാ ബോർഡുകളൊക്കെ മുന്നോട്ട് വെക്കുന്നതിന്റെ കാര്യം എന്താണ്? നമുക്ക് എല്ലാത്തിനെ കുറിച്ച് ഒരു പൊതുധാരണ വേണമെന്നുള്ളതാണ്. നിങ്ങളുടെ സബ്ജക്റ്റിനെ കുറിച്ച് നല്ലൊരു ഡീപ്പ് ഇൻസൈറ്റ് ധാരണ നിങ്ങൾക്ക് വേണം. അതുപോലെ തന്നെ നമ്മുടെ പൊതുവായ കാര്യങ്ങളെ കുറിച്ച് നല്ലൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. ഇത് മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. ഒരു സ്റ്റോറി സാറ് കഥ പറഞ്ഞപ്പോൾ എനിക്കൊരു കഥ പറയാൻ തോന്നുന്നുണ്ട് കേട്ടോ. കഥയൊന്നുമല്ല, നമ്മുടെ ഇടയിൽ ഒരുപാട് പിന്നെ എന്താണ് ഞാൻ പറഞ്ഞത് ഒരു വളരെ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഈ ഇന്ത്യ എന്നുള്ളത്. ആ സ്വാതന്ത്ര്യത്തെ അങ്ങേറ്റം. പക്ഷെ എനിക്ക് പലപ്പോഴും വളരെയധികം വിഷമം തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജാതീയമായ വംശീയമായ ഇങ്ങനെയൊക്കെ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയ ഒരു സൊസൈറ്റിയിൽ, കേരള സൊസൈറ്റി പോലെ ഇങ്ങനെ ഒരു ചിന്തയുണ്ട് എന്നുള്ളത് അതുകൊണ്ട് മാത്രം ഞാൻ ഈ കഥ പറയാം. കഥയൊന്നുമല്ല. ഞാൻ അതായത് നിങ്ങളുടെ നാരദ മഹർഷിയെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ചെറുത് വായിച്ചൊരു കഥയാണ്. നാരദ മഹർഷി ഒരു ദിവസം പരമശിവനെ കാണാൻ പോയി. അപ്പോ നാരദ മഹർഷി അവിടെ എത്തുമ്പോഴ് പരമശിവൻ ഇങ്ങനെ ധ്യാനത്തിലാണ്. അപ്പൊ നാരദ മഹർഷി അത് മുന്നിൽ പെട്ടുപോയി. അപ്പോ ശിവൻ ധ്യാനത്തിലാണെങ്കിലും അറിയാലോ ഇങ്ങനെ ഒരാൾ വന്ന് മുന്നിലേക്കുണ്ടെന്നുള്ളത്. അപ്പോ ഇങ്ങനെ നാരദ മഹർഷി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പുള്ളിയുടെ ഒരു പരുവത്തിലായി. പക്ഷെ പോകാൻ പറ്റുന്നില്ല. കാരണം പോയാൽ പിന്നെ കോപിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താവുന്നുള്ളത് നമുക്കെല്ലാം അറിയാതെ ചിലപ്പോ ബസ്സുമായി കളി. അപ്പൊ അവസാനം നീണ്ട കാത്തിരിപ്പിന് ശേഷം, പഴയ കാത്തിരിപ്പ് എന്നൊക്കെ പറയുന്ന യോഗങ്ങളൊക്കെ ആയിരിക്കും, പരമശിവൻ ഇങ്ങനെ കണ്ണു തുറന്നു. അപ്പോ കണ്ണു തുറന്നപ്പോൾ നാരദ മഹർഷിയെ കണ്ടു. അപ്പൊ വിശേഷം ചോദിച്ചു. അപ്പൊ വിശേഷങ്ങളിൽ നാരദ മഹർഷി ഒരു സംശയം ഉന്നയിച്ചു. എനിക്കൊരു സംശയമുണ്ട് പ്രഭു. പറഞ്ഞാട്ടെ എന്തുകൊണ്ടോ? സംശയം എന്താണെന്ന് ചോദിച്ചാല് ഇതാണ് സംശയം. സകല ദേവകളും സകല രാജാക്കന്മാരും സകല ലോകരും സകല ജീവികളും എല്ലാം ആരാധിക്കുന്ന അങ്ങ് ആരെയാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് നാരദന്റെ സംശയം. ധ്യാനിച്ചുകൊണ്ടേയിരിക്കുമല്ലേ? അപ്പോഴ് പരമശിവൻ പറയുന്ന മറുപടി, അല്ലയോ നാരദരെ, നിനക്കും എനിക്കും സകല ദേവകൾക്കും സകല ജനാചരങ്ങൾക്കും ശക്തി നൽകുന്ന ഈ പ്രകൃതി മാതാവിനെയാണ് ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സ്റ്റോറിയാണ്. അപ്പൊ നമ്മുടെ ഈ അൾട്ടിമേറ്റ് ട്രൂത്ത് എന്ന് പറഞ്ഞ ഒന്നേ ഉള്ളൂ. നിങ്ങൾ ഏത് മതത്തിൽ നോക്കിക്കഴിഞ്ഞാല്, ഹിന്ദു മതത്തിലാണെങ്കിൽ കോടാനുകൂടി ദൈവങ്ങളും അതിന്റെ പരമ്പരകളൊക്കെ ഉണ്ട്. ആത്മീയാചാരന്മാരും വ്യാചാര ആചാര്യന്മാരും ഒക്കെ ഉണ്ട്. ക്രിസ്തുമതത്തിലും പ്രവാചകനുണ്ട്, ഇസ്ലാം മതത്തിലൊക്കെ പ്രവാചകനുണ്ട്. അപ്പൊ അൾട്ടിമേറ്റ് ട്രൂത്ത് എവിടെയാണ് ഇങ്ങനെ നിൽക്കുന്നത്? അപ്പോ ട്രൂത്ത് ഒന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ മഹത്തായ ഭാരതത്തിന്റെ അശോകസ്തംഭത്തിൽ നിന്നാണ് ഒരക്ഷരമുണ്ട്. എന്താണ്? സത്യമേവ ജയതേ എന്നുള്ള. ഓൺലി ട്രൂത്ത് ട്രയംസ് എന്നുള്ളത്. ഇത്രയും മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.
Thank you, sir, for your valuable and inspiring words. We are truly grateful for your presence and the time you have spent to make this ceremony even more special. Well, now come to one of the most important part of Laureate 2K25, the awarding of certificates. This includes the Certificate of Academic Excellence, honoring our top performers, and the Graduation Certificate, marking the successful completion of the course by our students. We now move to the moment of recognizing outstanding academic achievements. It is my honor to welcome our esteemed District and Sessions Judge, Sri Shashikumar PS, to the stage to award the Certificate of Academic Excellence to our deserving students. I request all students receiving these awards to kindly be ready and come forward promptly when their names are called out. We will now begin calling out the name of student for the Certificate of Academic Excellence. Shashikumar sir, please come forward to deliver the certificates. First, I would like to invite Sridevi PK, MSc Computer Science graduate. She is the topper of MSc Computer Science. Congratulations, Sridevi. Now I would like to invite Jimmy Tommy, MCOM. He is the topper of MCOM 2025 pass out. Congratulations, Jimmy Tommy. Now I invite Nijil Anthony, BCom pass out 2025. He is the topper from BCom Computer Application course. Congratulations, Nijil. Now I'd like to call out Nijo P. Jodi, topper from BSc Computer Science. Congratulations, Nijo P. Jodi. Congratulations all the toppers. Thank you, sir, for honoring our graduates by presenting the Certificate for Academic Excellence. Now I would like to invite our respected District Collector, Dr. Dinesh Cherwan IAS, to the stage to award the Certificate of Course Completion to our students. I request all the students receiving these certificates to kindly be ready. Come forward when I call the name. First, I am calling the names of MSc student Fabia Liz Thomas, Sonia Andrews, now I am calling MCOM student Akhil Jarju. Akhil Jarju, please come forward. Congratulations, Akhil. Now I am calling Alvin Alexander, MCOM student Alvin Alexander. Now Vivek Sabu, MCOM student Vivek Sabu. It's time to call BSc Computer Science student's name. I would like to call Alan S. Alan S, please come forward and receive the certificate. Anjali K.C. Congratulations, Alan. Anjali K.C. Anne-Maria Sethi. Anne-Maria Sethi, please come forward. Abin Francis. Abin Francis, please come forward. Bhima Nausha.
Dima Naushad. I would like to call Renjit S. Renjit S. Alvin Thomas. Alvin Thomas. Abhinav J. Babu. Now I would like to invite BCom students. First, Abhin Sunny. Abhin Sunny, please come forward. Alan Dilip. Alan Dilip, please come forward. Amit Ramachandran. Next, I would like to invite Amit Ramachandran to receive the certificate. Anasuya Sajeevan. Atulya Jyoti. I would like to call Atulya Joshi's mother to receive the certificate. In the absence of Atulya Joshi, I would like to invite Atulya Joshi's mother to receive the certificate. Daniel Tangachan. Daniel Tangachan. Deekshita S. Deekshita S. Please come forward to receive the certificate. Kenneth Binoy. Kenneth Binoy. Melvin Baby. Melvin Baby. Melvin Sunny. I would like to invite Melvin Sunny. Navaneet Sunil. Navaneet Sunil. And I invite Bipin Thomas. Congratulations, graduates. Thank you, sir, for honoring our graduates by presenting the certificate of course completion. Respected dignitaries, faculties, parents, dear students, we now move to a very significant part of today's program, the oath-taking ceremony. This is the moment when our graduates take a solemn pledge to uphold the values of knowledge, integrity and responsibility as they step into next chapter of their lives. I request all volunteers to distribute the oath to the graduates. It is my great pleasure to invite our principal Srimati Srikala VT to the stage to administer the oath to our graduating students. I request all the graduates to kindly stand in readiness. Please stand up. Place your right hand on your chest. Please place your right hand on your chest and hold the oath copy in your other hand. Please repeat the oath after principal by line with sincerity and commitment. Ma'am, please come forward and administer the oath. We, the course completed students of College of Operations Tolugura, hereby pledge that we shall always uphold the values and dignity of our alma mater. We shall apply the knowledge and skills gained through our education with integrity, honesty and responsibility.
We shall conduct ourselves with discipline and uphold ethical standards in our personal and professional life. We shall strive to serve society and contribute to the progress and well-being of our nation. We shall respect all individuals regardless of their background and promote peace, harmony and equality. We shall remain committed to lifelong learning and continuous self-improvement. We shall carry forward the spirit of inquiry, truth and service instilled in us by our institution. Thank you. Thank you, ma'am. Now comes another proud and symbolic moment of this day, the dazzling ceremony, which marks the official transition of our dear students into graduates. Dear graduates, please stand. Hold the tassel of your cap firmly with your right hand. Shift only after I told you. Just remind, firmly hold the tassel. May I now request all the dignitaries and faculty members to kindly rise and honor our graduating students as they move their tassels, marking their formal transition from students to graduates. Faculty members, please stand up to honor our graduates. It's a symbolic ceremony. They move their tassel from right to left, which indicate that they are officially graduated. So, graduates, please hold the tassel with right hand. On behalf of the college, I invite you to move your tassel from right to left. Congratulations. Please give them a huge applause. They are officially graduated. College of Applied Science, proud students. 2K25 pass out. They are officially graduated. Congratulations. Please be seated. Thank you, dignitaries. Thank you, faculty members. Well, we are continuing with certificate distribution. As part of National Space Day 2025, our college's NSS unit, in association with the ISRO, organized a series of programs and competitions on our campus. For these efforts, our college has been awarded an appreciation certificate from ISRO. In addition, all the winners of the competitions will also be honored with the certificate from ISRO. Now, I take great pleasure in inviting our respected District Collector, Dr. Dineshan Cherwar IAS, to kindly deliver the certificate. Sir, may I request you to do the honors. First, may I invite our beloved principal, Srimati Srikala Viti, to come forward and receive the appreciation certificate on behalf of the college from esteemed District Collector. The certificate from ISRO. Please give them a huge round of applause. Now I will be calling out the name of the winner. As your name is announced, please come forward and receive your certificate from our District Collector. First, essay writing, Abhijit Shaji, final year BCom. Give them a huge applause. Russell Nasser, final year BCom, second prize. Third prize goes to Alex Joshi, final year BCom. Next quiz competition. First, Alan Sunny and Srihari Sunil, second year BCom. Please come forward. Second prize goes to Elvis Penny and Madhavan M, second year BCom. ഓരോരുത്തരല്ലോ
Science fiction story writing. First prize goes to Anna Varghese, second year BCom. Second prize, Madhavan M. Third prize, Srihari Sunil, second year BCom. Science fiction poem writing, first prize, Archana Casey, second year BCom. Pencil drawing, first prize, Sebin Sabu, first year PCA. Second prize, Atul Matthew, first year BCom. Third prize, Albin Shaji, first year BCom. Congratulations, winners. Thank you, sir. Now we are going to distribute add-on course certificates. Computer Science Department organized add-on course on software testing. I would like to invite Sri Shashikumar PS, Honorable District and Sessions Judge, to deliver the certificates. Candidates, please come forward without delay. Sona Andrews. Donald Jojo. Ananda Krishna KS. Adityan MK. Evan Francis. Nijo Pinjori. Anjali Casey. Anjali Casey. Students, please come to this side and receive the certificate. Bhima Naushad. Aravind B. Antonia Saji. Antonia Saji. Ahmad Safan. Fevia Liz Thomas. Alvin Shiju. Alvin Shiju. Sridevi PK. Sridevi PK. Emin Nobi. Emin Nobi. Matthew Joseph. Thank you, sir. The Commerce Department conducted an add-on course on GST filing this year to enhance the quality. The college entered into an MOU with GTech Computer Education. Now I would like to invite Dr. Sidhu S, Academic Coordinator of CAS under IHRD and Principal CAS Kaduthurthi to deliver the certificate. Students, please come forward when I call
call your name. Sania Simon. Anju Dhoni. Jessica Raju. Safila M. That has nothing to do with your job, your boss, or your... Safila M. Anina Abraham. Archana Casey. Shana. Abid Sunny. Melvin Baby. Akhil Raju. Madhavan M. Alvin Alexander. Vivek Sabu. Nijil Anjani. Melvin Sunny. Arani PT. Congratulations, students. Thank you, ma'am, for kindly distributing the certificate. Thank you, dignitaries. Please be seated. It is now time to hear a few words of guidance and encouragement from our respected academic leader. We are honored to welcome Dr. Sindhu S., Academic Coordinator of CIS under IHRD and Principal of CIS Kaduthuruthi, to the stage to deliver her message to our graduates. Please join me in giving her a warm round of applause. Chief Guest of Honor, Sri Shashikumar, Honorable District and Sessions Judge, Idiki, Chief Guest Dr. Dinesh Sarwat, IAS, District Collector, Idiki, Principal Srimati Srigala VT, Department Heads Sri G. George and Sri Faisal Khan, പ്രിയപ്പെട്ട അധ്യാപകരെ, അനധ്യാപകരെ, ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഈ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ, എല്ലാവരുടെയും പേരൻസ്, പ്രിയപ്പെട്ടവരെ, അങ്ങേയറ്റം അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് തൊടുപുഴ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിന്റെ ആദ്യത്തെ ബിരുദദാന സമ്മേളനത്തിന്റെ ഈ ചടങ്ങിൽ ഞാനിവിടെ നിൽക്കുന്നത്. ഈ കോളേജിൽ നിന്ന് അഭിമാനകരമായ രീതിയിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കാനുള്ള ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്, അതിനായി നിങ്ങൾ എന്നെ ക്ഷണിച്ചത് എനിക്കുള്ള ഒരു ബഹുമതിയായി തന്നെ ഞാൻ കണക്കാക്കുന്നു. പ്രിയപ്പെട്ട കുട്ടികൾക്കറിയാം, നിങ്ങളെ ആദരിക്കേണ്ടത്, നിങ്ങളുടെ വിജയങ്ങളെ അംഗീകരിക്കേണ്ടത് അധ്യാപകരെന്ന നിലയിൽ ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വവും ഡ്യൂട്ടിയുമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് നമ്മുടെ കോളേജുകളിൽ ഗ്രാജുവേഷൻ സെറമണി ആരംഭിച്ചത്. ഈ വർഷം 2 കോളേജുകളിൽ കഴിഞ്ഞ ആഴ്ച ഗ്രാജുവേഷൻ സെറമണി നടന്നു കഴിഞ്ഞു. ഇനിയും അടുത്ത ആഴ്ച 2 കോളേജിലുണ്ട്.
മറ്റു കോളേജുകളും പ്ലാൻ ചെയ്യുന്നു. എഞ്ചിനീയറിംഗ് കോളേജുകൾ കഴിഞ്ഞ വർഷം തന്നെ ഗ്രാജുവേഷൻ സെറിമണി ആരംഭിച്ചിരുന്നു. വിജയങ്ങളിൽ നിങ്ങളെ അനുമോദിക്കുക എന്നത് നിങ്ങൾക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കുവാനുള്ള ആവേശവും കൂടുതൽ മുന്നോട്ട് നീങ്ങാനുള്ള ഉത്സാഹവും തരും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. നമ്മുടെ ബഹുമാനായ ഡിസ്ട്രിക്ട് ജഡ്ജ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഒന്നും പഠനകാലത്ത് ഇതുപോലെയുള്ള ചടങ്ങുകൾ ഉണ്ടായിരുന്നില്ല. അങ്ങേയറ്റം മോശമായ അധ്യാപക വിദ്യാർത്ഥി ബന്ധവും അതേപോലെ തന്നെ കലുഷിതമായ കോളേജ് വിദ്യാഭ്യാസവും ഉണ്ടായിരുന്ന കാലത്താണ് ഞങ്ങൾ എല്ലാവരും പഠനം നടത്തിയത്. ഇന്ന് അതിൽ നിന്ന് മാറി വിദ്യാർത്ഥികളും അധ്യാപകരും പേരൻസും എല്ലാം കൂടി ചേരുന്ന ഒറ്റ ഒരു കമ്മ്യൂണിറ്റിയായി മാറുകയും അത് വിദ്യാർത്ഥികൾക്കും കോളേജിനും അവർ ഉൾക്കൊള്ളുന്ന സൊസൈറ്റിക്കും ഒരുപാട് പ്രയോജനങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ കുറച്ചുപേരെങ്കിലും ഹയർ സ്റ്റഡീസിന് ജോയിൻ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. കുറെ പേർ ഒരുപക്ഷെ ജോലിയിലേക്കായിരിക്കും പോകുന്നത്. ഇതിന് വിവിധ തരത്തിൽപ്പെട്ട കാരണങ്ങൾ ഉണ്ടാവാം. നിങ്ങൾ കുറച്ചുപേർ ജോലിയിൽ താല്പര്യമുള്ളവരുണ്ടാവാം, ഫൈനാൻഷ്യലായ കാരണങ്ങളാൽ ജോലി ആവശ്യമുള്ളവരുണ്ടാവാം, കുറച്ചുനാളൊന്ന് ജോലി ചെയ്ത് നോക്കിയിട്ട് പഠിക്കാം എന്ന് കരുതുന്നവരുണ്ടാവാം. നമ്മുടെ കൾച്ചർ അനുസരിച്ച്, നമ്മുടെ സംസ്കാരം അനുസരിച്ച് എഡ്യൂക്കേഷൻ ഈസ് നോട്ട് എൻഡിങ്. വിദ്യാഭ്യാസം ഒരിക്കലും അവസാനിക്കുന്നില്ല. എങ്കിലും ഒഫീഷ്യലായ ഒരു ഫുൾ സ്റ്റോപ്പ്, ഒരു പൂർണ്ണ വിരാമം അടുത്ത കാലം വരെ നമ്മുടെ എല്ലാവരുടെയും വിദ്യാഭ്യാസത്തിന് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയും യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ പുതിയ ഗൈഡ് ലൈൻസും അനുസരിച്ച് നിങ്ങൾക്ക് ഏത് സമയത്തും പഠനം തുടരാം, എപ്പോൾ വേണമെങ്കിലും ഡിസ്കണ്ടിന്യൂ ചെയ്യാം. ആ ഡിസ്കണ്ടിന്യൂ ചെയ്ത വിദ്യാഭ്യാസം പിന്നീട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പുനരാരംഭിക്കുവാനും സാധിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ കരിയറിന്റെ ഡെവലപ്മെന്റിനിടയിൽ എപ്പോഴെങ്കിലും ഒരു ഹയർ ക്വാളിഫിക്കേഷൻ, മറ്റൊരു ഏരിയയിലുള്ള ഒരു ഹയർ ക്വാളിഫിക്കേഷൻ ഒരുപക്ഷെ നിങ്ങൾക്ക് ആവശ്യമായി വന്നേക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായും എത്തിച്ചേരാവുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തന്നെയാണ് IHRD എന്ന് ഞാൻ വളരെ അഭിമാനത്തോടു കൂടി തന്നെ പറയട്ടെ. എല്ലാ കാലത്തും കാലാനുസൃതമായ രീതിയിലുള്ള വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളും കോഴ്സുകളും നടത്തുവാനുള്ള താല്പര്യവും അതിനുള്ള കഴിവും ആർജിച്ചിട്ടുള്ളവരാണ് IHRDയുടെ സ്ഥാപനങ്ങൾ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. IHRDയുടെ മോട്ടോ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, തിങ്ക് ഗ്ലോബലി ആക്ട് ലോക്കലി. ലോകത്തിന് അനുസൃതമായ രീതിയിൽ, ലോകവ്യാപകമായ രീതിയിൽ ചിന്തിക്കുകയും ആ ചിന്തകളെ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിൽ നടപ്പിലാക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനമാണ് IHRD. മഞ്ചേശ്വരം മുതൽ പാറശാല വരെ വ്യാപിച്ചു കിടക്കുന്ന 87 ഇൻസ്റ്റിറ്റ്യൂഷനുകളിലായി വളരെ ഭംഗിയായി ഈ ഉത്തരവാദിത്വം IHRD നിർവഹിച്ചു വരുന്നുമുണ്ട്. ആ ഒരു ഉത്തരവാദിത്വ നിർവഹണത്തിന്റെ ഭാഗം തന്നെയാണ് ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന ഈ ഓണർ. എനിക്ക് പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങളോട് പറയാനുള്ളത്, യു ആർ വെരി ഗിഫ്റ്റഡ്. എന്റെ ആദ്യത്തെ ബിരുദ ക്ലാസ്സിൽ അന്നത്തെ ഞങ്ങളുടെ HOD ഉമയമ്മ മാഡം ഞങ്ങളോട് പറഞ്ഞതാണ്, യു ആർ ഗിഫ്റ്റഡ്. മാഡം അത് പറഞ്ഞതിനുള്ള കാരണങ്ങൾ, അന്ന് ഇത്രയും അധികം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല. പലപ്പോഴും കോളേജുകൾ വീട്ടിൽ നിന്ന് പോയി വരാവുന്ന ദൂരത്തിലല്ല. ഫിനാൻഷ്യലായ പ്രോബ്ലങ്ങൾ, സോഷ്യലായ പ്രോബ്ലങ്ങൾ മൂലം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കുറച്ചൊക്കെ നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടം. വിവാഹത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠനത്തിനൊരു ചെറിയ കുറവ് പെൺകുട്ടികളെ സംബന്ധിച്ച് ചെയ്തിരുന്ന ഒരു സോഷ്യൽ ഓർഡർ. ആ സമയത്ത് കോളേജിൽ പഠിക്കാൻ അവസരം കിട്ടി വന്ന കുട്ടികളോട് യു ആർ ഗിഫ്റ്റഡ് എന്ന് ടീച്ചർ പറഞ്ഞത് അത്രയും സാർത്ഥകമായിരുന്നു. ഞാൻ നിങ്ങളോട് യു ആർ ഗിഫ്റ്റഡ് എന്ന് പറയുന്നത് ആ അർത്ഥത്തിലല്ല. ഇന്ന് നമുക്ക് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ എല്ലാവരും ഈ കാലഘട്ടത്തിന്റെ ആവശ്യമായ സാങ്കേതിക വിദ്യയിൽ വിദ്യാഭ്യാസം നേടാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ് യു ആർ ഗിഫ്റ്റഡ് എന്ന് നിങ്ങളോട് ഞാൻ പറയാനുണ്ടായ കാരണം. ഇന്ന് ലോകത്തെ മാത്രമല്ല യൂണിവേഴ്സിനെ പോലും ഏറെക്കുറെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ഒരു പവർ ആയി സാങ്കേതിക വിദ്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ ദൂരെ കളയണം, നിങ്ങളുടെ വീട്ടിലെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണം, നിങ്ങളുടെ വണ്ടികളുടെ താക്കോലുകൾ മാറ്റിവെക്കണം. 24 മണിക്കൂർ പോലും നമുക്ക് ആ അവസ്ഥയെ സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ സാങ്കേതിക വികസനം അത് ഈ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് IHRD ആണ്. ഇനി അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങൾ ഇവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ എല്ലാവരുമാണ്. നമ്മുടെ രാഷ്ട്രത്തിന്റെ നവരാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിലെ ഏറ്റവും മുന്നിൽ നിന്ന് നയിക്കേണ്ട തൊഴിലാളികളായി മാറേണ്ടവരാണ് നിങ്ങൾ എല്ലാവരും. അതിന് തക്ക വിജ്ഞാനം നിങ്ങൾക്ക് ഇവിടെ നിന്ന് തീർച്ചയായും നിങ്ങൾ ആർജിച്ചെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ ചീഫ് ഗസ്റ്റ് വളരെ തിരക്കുള്ളവർ തന്നെയാണ്. നിങ്ങൾക്ക് ഈ കോളേജിൽ നിന്ന് കിട്ടിയ നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ നോളജ്, അതോടൊപ്പം നിങ്ങൾ നേടിയെടുത്ത പെരുമാറ്റ മര്യാദകൾ, ഇമോഷണൽ കൺട്രോൾസ്, അതുപോലെ തന്നെ സൊസൈറ്റിയോടുള്ള കമ്മിറ്റ്മെന്റ്സ്,
കോളേജിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം കുറച്ച് നോളജ് നേടിയെടുക്കുന്നതും 1 or 2 സർട്ടിഫിക്കറ്റുകൾ കയ്യിൽ മേടിച്ചു വയ്ക്കുന്നതോ മാത്രമല്ല, നിങ്ങളുടെ ടോട്ടലായ പൂർണ്ണമായ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, വ്യക്തിത്വ വികസനമാണ് നമ്മുടെ കോളേജ് വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. ഏതാണ്ട് മാർക്കുകളിലൊക്കെ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ പോലും എല്ലാ ലക്ഷ്യങ്ങളും നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയ കാര്യങ്ങൾ 1ന് 10 നിങ്ങൾ ഉൾക്കൊള്ളുന്ന സൊസൈറ്റിക്ക്, നിങ്ങളുടെ ഫാമിലിക്ക്, നിങ്ങളുടെ പേരൻസിന് തിരിച്ചു കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിയണം, നിങ്ങൾക്ക് സാധിക്കണം, നിങ്ങളത് ചെയ്യും എന്ന ഒരു ഉറപ്പാണ് ഇന്നത്തെ ദിവസം ഒരു പ്രതിജ്ഞയായി നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്ന കാര്യം. നമ്മുടെ സൊസൈറ്റി ഇനിയും ഒരുപാട് വികസിക്കാനുണ്ട്. നമ്മൾ ഏതാണ്ട് ഒരു സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നമ്മുടെ രാജ്യം പോവർട്ടി ഇറാഡിക്കേഷൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നപ്പോൾ പോലും നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു, നമ്മുടെ രാഷ്ട്രശില്പി, അദ്ദേഹം IIT-കൾ ആരംഭിച്ചു. വളരെ പണം മുടക്കി അന്ന് IIT-കൾ ആരംഭിച്ചു. പക്ഷെ ആ IIT-കളിൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ഇന്നവേറ്റീവായ ആശയങ്ങളെ ഇവിടെ പ്രകടിപ്പിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവരെല്ലാവരും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്കും കുടിയേറി അവിടെ വികസനത്തിൽ പങ്കാളികളായി, വിശ്വ പൗരന്മാരായി അവരെല്ലാവരും മാറി. ഇന്ന് നിങ്ങൾക്ക് ഈ നാട്ടിൽ തന്നെ വിശ്വ പൗരന്മാരായി മാറുവാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനുള്ള അവസരങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട്. എനിക്ക് അതും കൂടിയാണ് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം. നമ്മുടെ നാട് വിട്ടുപോകാതെ നമ്മുടെ നാട്ടിലുള്ള സൗകര്യങ്ങൾ പ്രൈവറ്റ് സെക്ടറിലോ പബ്ലിക് സെക്ടറിലോ ഗവൺമെന്റിലോ അതല്ലെങ്കിൽ സ്വന്തമായി ഓണ്ടർപ്രണേഴ്സ് ആവാനോ എന്തിനുമുള്ള സാഹചര്യവും ഭൗതികമായ സൗകര്യങ്ങളും ഇന്ന് നമ്മുടെ രാഷ്ട്രത്തിനുണ്ട്. അത് പ്രയോജനപ്പെടുത്തി നമ്മുടെ രാജ്യത്തിന്റെ നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളായി മാറണം. ഏറ്റവും അധികം നമ്മുടെ രാജ്യത്തിന് ഒരു നിർമ്മാണ പ്രക്രിയയിലെ പങ്കാളികളായി മാറുവാനുള്ള അവസരം ലഭിക്കുന്നത് അധ്യാപകർ തന്നെയാണ്. ഇന്ന് നമ്മൾ ഉറ്റുകൊള്ളുന്ന നമ്മുടെ 5000 വർഷത്തെ പഴക്കമുള്ള വിദ്യാഭ്യാസം ഒരു 5000 വർഷം കൂടി കഴിയുമ്പോൾ അത് 10000 വർഷത്തിന്റെ പാരമ്പര്യമുള്ള വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അതിനൊരു കണ്ണിയായി ഞാൻ പഠിപ്പിച്ചുവിട്ട വിദ്യാർത്ഥികളും അവർ പഠിപ്പിച്ചുവിടുന്ന വിദ്യാർത്ഥികളും ഉണ്ടാകും എന്നുള്ളതാണ് ഈ അധ്യാപന ജോലി എനിക്ക് ഏറ്റവും തരുന്ന സന്തോഷം. എങ്കിലും എല്ലാ ജോലികളും ഇതുപോലെ തന്നെയാണ്. എല്ലാ ജോലിയിലും ഡിസ്ട്രിക്ട് ജഡ്ജി ഇവിടെ ഉണ്ട്, അദ്ദേഹത്തിന്റെ വളരെ ഉത്തരവാദപ്പെട്ട ജോലികൾ, അതേപോലെ തന്നെ കളക്ടർ നൽകുന്ന അഡ്മിനിസ്ട്രേറ്റീവായ കാര്യങ്ങൾ എല്ലാവരും വളരെ ഉത്തരവാദപ്പെട്ട ജോലികൾ തന്നെയാണ്. ഏത് ജോലിയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിലും അതിൽ അങ്ങേയറ്റം ആത്മാർത്ഥമായി നിങ്ങൾ എത്രയോ പണം ഉണ്ടാക്കുന്ന ജോലിക്ക് വേണമെങ്കിൽ പോയിക്കൊള്ളൂ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ആ ജോലി നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്യണം. അതെല്ലാം നിങ്ങൾ ഒരാൾക്കെങ്കിലും സഹായം ചെയ്യാൻ കഴിയണം. നിങ്ങളൊരു സ്ഥാനത്തിരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഒരാളെ സഹായിക്കാൻ കഴിയുകയുള്ളൂ. ആ സ്ഥാനത്ത് നമ്മൾ പുറത്തു പോയി കഴിഞ്ഞ് അന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. ഇതാണ് ബിരുദം പൂർത്തിയായി പോകാനുള്ള വിദ്യാർത്ഥികളോട് എനിക്ക് പറയേണ്ട ഒരു പ്രധാന കാര്യം. നിങ്ങൾ എല്ലാവരും ഏതെങ്കിലും ഒരു പ്രൊഫഷനിൽ പ്രശോഭിക്കും എന്ന് ഞാൻ കരുതുന്നു. എന്റെ പല വിദ്യാർത്ഥികളും എന്നെ കാണാൻ വരാറുണ്ട്, പലതരം സമ്മാനങ്ങൾ അവർ കൊണ്ടുവരാറുണ്ട്. അതെല്ലാം നമുക്ക് തരുന്ന സന്തോഷം, അവരൊരു സ്ഥാനത്ത് എത്തിയിരുന്നതിന്റെ സന്തോഷമാണ്. ഇന്നിവിടെ ബിരുദദാന സമ്മേളനത്തിൽ പങ്കെടുത്ത ബിരുദമെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ISRയുടെ പേരിലും കോളേജിന്റെ പേരിലും എല്ലാ അനുഗ്രഹാശിസുകളും നൽകിക്കൊണ്ട് ISRയുടെ ഡയറക്ടർക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എങ്കിലും അദ്ദേഹത്തിന്റെ പേരിൽ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി എന്നെ ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ഈ കോളേജ് ടീമിനോട് വളരെ ഭംഗിയായി മനോഹരമായി ഈ ബിരുദദാന സമ്മേളനം അറേഞ്ച് ചെയ്ത് ശ്രീകല ടീച്ചറിനും കൂടെയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. Thank you, ma'am, for your valuable message and blessings. It is now time for the vote of thanks, a moment to express our gratitude to everyone who made Laureate 2025 a memorable and successful event. Now, I will invite Sri Faisal P. Khan, HOD Commerce Department, to deliver the vote of thanks. Respected Chief Guest, beloved teachers, parents, my dear students, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ്, അഭിമാനത്തോടു കൂടിയാണ് ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. ഒരുപാട് പറയണമെന്നുണ്ട്. നമ്മുടെ ചീഫ് ഗസ്റ്റിന്റെ സമയം വളരെ വിലപ്പെട്ടതാണ്. ഈ യോഗത്തിന് നന്ദി പറയുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷ പദവി വഹിച്ച നമ്മുടെ പ്രിൻസിപ്പൽ. നമുക്കറിയാം എല്ലാ കാര്യത്തിലും ഈ പ്രോഗ്രാമിന് പ്ലാൻ ചെയ്തപ്പോൾ തൊട്ട് നമ്മുടെ കോളേജിന്റെ എന്ത് പുരോഗതി ഉണ്ടായാലും വളർച്ചയ്ക്കും നമ്മുടെ ഇവിടെ പാസ് ഔട്ടായി പോകുന്ന സ്റ്റുഡൻസിനും എല്ലാവിധ ആശംസകളും നമ്മുടെ ഒപ്പം നിന്ന് നമ്മളോട് പ്രവർത്തിക്കുന്ന ശ്രീകല മിസ്സിന് എല്ലാവരുടെയും പേരിലും ഈ കോളേജിന്റെ പേരിലുമുള്ള നന്ദി അറിയിച്ചുകൊള്ളും. അടുത്തതായിട്ട് നന്ദി പറയേണ്ടത്
ഈ പ്രോഗ്രാം ഗ്ലോറിയ 2K25 പ്രോഗ്രാം നമ്മൾ ആദ്യം ആലോചിച്ചപ്പോൾ ആദ്യം നമ്മൾ കാണാൻ പോയത് നമ്മുടെ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ ജഡ്ജ് ശശികുമാർ സാറിനെയാണ്. സാറ് അന്ന് ഞങ്ങൾ പോയി കാണാൻ പോയപ്പോഴത്തേക്കും സാറ് ഞങ്ങളിൽ പകർന്നു തന്ന മോട്ടിവേഷൻ 26-ാം തീയതി 9:30 പ്രോഗ്രാം നടക്കുമെന്നും ആ പ്രോഗ്രാമിൽ ഞങ്ങൾ 3 ടീച്ചേഴ്സാണ് കാണാൻ പോയത്. അപ്പൊ ആ സാറിന്റെ ആ മോട്ടിവേഷൻ ഞങ്ങളുടെ GC മിസ് ഓൺ ദ സ്പോട്ടില്ല സാറ് പ്രസംഗത്തിൽ പറഞ്ഞായിരുന്നു. ആ GC മിസ്സിലോട്ട് പകർന്ന മോട്ടിവേഷൻ അതേപടി പ്രിൻസിപ്പലിന്റെ അടുത്തേക്ക് എത്തി. അങ്ങനെ തുടങ്ങി വെച്ച ഒരു പ്രോഗ്രാമാണ്. നമുക്കറിയാം ഇന്ന് ഒരു കൺവോക്കേഷൻ സെറമണി 9:30 സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഈ 9:30 ഈ നല്ലൊരു സന്ദർഭത്തിൽ നല്ലൊരു നിമിഷത്തിൽ ഈ രാവിലെ തന്നെ പ്രോഗ്രാം സംഘടിപ്പിക്കാനും ഞങ്ങൾ 9:30 എത്തുമെന്നും ഞങ്ങളുടെ കുട്ടികളെ, അതായത് ഇങ്ങനൊരു പ്രോഗ്രാം അന്ന് സാറിനോട് സംസാരിച്ചപ്പോൾ കിട്ടിയ മോട്ടിവേഷൻ ആണ് ഈ പ്രോഗ്രാം വളരെ മനോഹരമായിട്ട് ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി പ്രചോദനമായിട്ടുള്ളത്. ഏറെ സ്നേഹത്തോടുകൂടി കോളേജിന്റെ പേരിൽ എല്ലാവരുടെയും പേരിൽ ശശികുമാർ സാറിനുള്ള നന്ദി അറിയിച്ചോളും. അടുത്തതായിട്ട് നന്ദി പറയേണ്ടത് നമ്മുടെ ജില്ലാ കളക്ടർ. നമുക്കറിയാം ഇന്ന് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ജില്ലാ കളക്ടറുടെ ഫേസ്ബുക്ക് പേജിൽ ഒരുപാട് മത്സരങ്ങൾ, അങ്ങനെ ഓരോ വിദ്യാർത്ഥികളെയും പ്രത്യേകിച്ച് കോളേജ് വിദ്യാർത്ഥികൾക്കായിട്ട് ഒരുപാട് മത്സരങ്ങൾ, സബ് കളക്ടറായാലും ജില്ലാ കളക്ടറായാലും ഒരുപാട് മത്സരങ്ങളും അതോടൊപ്പം തന്നെ ജില്ലയുടെ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ശ്രമങ്ങളും ഈ ജില്ലാ കളക്ടർ എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു ഹീറോ ആയി മാറിയിട്ടുണ്ട്. നമുക്കറിയാം ഇങ്ങനൊരു പ്രോഗ്രാം നടത്തുമ്പോൾ ജില്ലയുടെ അധീപനായിട്ടുള്ള ജില്ലാ കളക്ടർ ഇവിടെ എത്തിച്ചേരുക അല്ലെങ്കിൽ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇത്രയും ദൂരത്ത് നിന്ന് കറക്റ്റ് സമയത്ത് എത്തുകയും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അനുമോദനം നൽകുകയും ചെയ്തിട്ടുള്ള ദിനേശ് സാറിന് എല്ലാവരുടെയും പേരിൽ, കോളേജിന്റെ പേരിൽ, ഇവിടെ കൂടിയുള്ള എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചു കൊടുക്കും. അടുത്തതായിട്ട് നന്ദി പറയേണ്ടത് നമ്മുടെ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിന്റെ കോർഡിനേറ്റർ സിന്ധു മിസ്സിനോടാണ്. ഈ കോളേജിന്റെ ഈ മുകളിലത്തെ ഫ്ലോർ പണിത ഈ കോളേജിലെ ആദ്യത്തെ ബിൽഡിംഗ്, അതായത് ഈ ഹോള് ആദ്യത്തെ പ്രോഗ്രാം നടന്നത് സിന്ധു മിസ് ഉള്ള സമയത്താണ്. അന്ന് നമുക്കറിയാം നമ്മള് NSSന്റെ നേതൃത്വത്തിൽ 5 വൈദ്യുതി ഇല്ലാത്ത 5 ഭവനങ്ങൾക്ക് സോളാർ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ വൈദ്യുതീകരണത്തിന്റെ ഉദ്ഘാടന ചടങ്ങാണ് ഈ ഹാളിൽ ആദ്യമായിട്ട് നടന്നത്. അന്ന് നമ്മുടെ പ്രിൻസിപ്പൾ ആയിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ നമുക്കറിയാം എല്ലാ പ്രോഗ്രാമിനും നമ്മളോടൊപ്പം നിന്നുകൊണ്ട് ഇന്ന് IHRDയുടെ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിന് നേതൃത്വം നൽകുന്ന ഈ ഗ്രാജുവേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രോഗ്രാമിനും നമുക്ക് മാർഗദർശിയായിട്ടുള്ള സിന്ധു മിസ്സിനോടുള്ള നന്ദി അറിയിച്ചോളും. അടുത്തതായിട്ട് നന്ദി പറയേണ്ടത് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് HOD ജി സാറാണ്. നമുക്കറിയാം അഡോബോൺസ് ഉൾപ്പെടെയുള്ള നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്, പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് നയിക്കുകയും അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം വളരെ ഭംഗിയും അവിടെ നടത്തുന്നതിൽ പങ്കുവച്ചിട്ടുള്ള ജി സാറിനോടുള്ള നന്ദി കോളേജിന്റെ പേരിലും എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചോളും. അടുത്തതായിട്ട് നന്ദി അറിയിക്കേണ്ടത് ഈ പ്രോഗ്രാമിന്റെ നെടുന്തൂണായി നിന്നിട്ടുള്ളത് നമ്മുടെ GC മിസ്സും സിനി മിസ്സുമാണ്. നമുക്കറിയാം ഓരോ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ പോലും നമുക്കറിയാം നമ്മുടെ IHRD ഈ കോളേജിൽ ഒരുപാട് പരിമിതികളുണ്ട്. അതിൽ നിന്നുകൊണ്ട് തന്നെ സമയബന്ധിതമായിട്ട് ഈ പ്രോഗ്രാം നടത്താനും ഇതിന്റെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള GC മിസ്സിനോടും സിനി മിസ്സിനോടും നന്ദി അറിയിച്ചുകൊള്ളും. അതുകൂടാണ്ട് ഈ പ്രോഗ്രാം ഇത്രയും മനോഹരമായി നടത്താൻ സഹായിച്ചിട്ടുള്ള ഇവിടെ നമുക്കറിയാം ഇവിടെ പങ്കെടുത്തിട്ടുള്ള ഓരോ ഗ്രാജുവേറ്റ്സ്, അതോടൊപ്പം തന്നെ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ചിട്ടുള്ള ഓരോരുത്തരും നമുക്കറിയാം നമ്മുടെ അധ്യാപകർ എന്ന രീതിയിൽ നമുക്ക് വളരെയധികം സന്തോഷവും അഭിമാനവുമാണ്. നമ്മുടെ ഓരോ ഗ്രാജുവേറ്റ്സും നമ്മുടെ പാസ്ഔട്ടായി കഴിയുമ്പോഴത്തേക്കും ഇവിടെ വന്നിട്ടുള്ള അവരുടെ ഗ്രാജുവേറ്റ്സ്, അവരുടെ പേരൻസ്, നമുക്കറിയാം പേരൻസിനെയാണ് കൂടുതൽ അഭിനന്ദിക്കേണ്ടത്. നമുക്കറിയാം കോളേജിന്റെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും നമ്മുടെ ടീച്ചേഴ്സിനോടൊപ്പം നിന്നുകൊണ്ട് പേരൻസ് എടുത്തിട്ടുള്ള അവരുടെ പ്രയത്നങ്ങളെ ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുന്നു. പേരൻസ് അവിടെ നമ്മുടെ എല്ലാവരും ബാക്കിയുള്ള കുട്ടികള് എല്ലാവരോടുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതുകൂടാണ്ട് ഇവിടെയുള്ള മറ്റധ്യാപകർ എല്ലാവരുടെയും ഒരു കോർഡിനേറ്റഡ് എഫോർട്ടാണ് ഈ പ്രോഗ്രാം ഇവിടെ വളരെ മനോഹരമായിട്ട് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. എല്ലാ അധ്യാപകര്, അനധ്യാപകര്, സപ്പോർട്ടിംഗ് സ്റ്റാഫ് എല്ലാവരോടുള്ള നന്ദി അറിയപ്പെടുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ മീഡിയ കവറേജ്, നമുക്കറിയാം ഇവിടെ ക്യാമറമാൻ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ ലൈവ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മുട്ടം മീഡിയ ആണ്. മുട്ടം മീഡിയ നമുക്കറിയാം എന്ത് പ്രോഗ്രാം ഇവിടെ നടന്നാലും നമ്മുടെ ഇവിടെ നടക്കുന്ന നമ്മുടെ ചെറിയ കോളേജിൽ നടക്കുന്ന കാര്യങ്ങൾ ലോകത്തെ അറിയിക്കുന്നതിൽ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ NSS യൂണിറ്റിന്റെ പ്രോഗ്രാം ആണെങ്കിലും കോളേജിന്റെ പ്രോഗ്രാം ആണെങ്കിലും അത് സോഷ്യൽ മീഡിയയിലൂടെ ലൈവ് സ്ട്രീമിംഗിലൂടെ ലോകത്തെ അറിയിക്കുന്നതിൽ നമ്മുടെ ഒപ്പം നിന്ന മുട്ടം മീഡിയ അതിനോടുള്ള നന്ദി അറിയിച്ചു കൊടുക്കുന്നു. ഒരിക്കൽ കൂടി ആരെയും വിട്ടുപോയിട്ട് ക്ഷമ ചോദിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ പ്രോഗ്രാം ഇത്ര മനോഹരമായിട്ട്, ഇത്ര ഓർഗനൈസ്ഡ് ആയിട്ട് വളരെ മനോഹരമായിട്ട് നടത്താൻ
സഹായിച്ചിട്ടുള്ള എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി കോളേജിന്റെ പേരിലും ഇവിടെയുള്ള ഓരോരുത്തരുടെ പേരിലും കുട്ടികളുടെ പേരിലും എല്ലാം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. The official part of Gloria 2K25 is now winding up. To conclude this segment, we will honor our nation with the national anthem. May I request everyone to kindly stand for national anthem. Thank you, everyone. Official part is over. നമ്മൾ ഒരു ഫോട്ടോഷൂട്ടിലേക്ക് കിടക്കുകയാണ്. അതുകൊണ്ട് ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് വരണം. അതിന് സഹായിക്കാൻ കുറച്ച് വോളണ്ടിയേഴ്സ് ഒന്ന് പെട്ടെന്ന് വരാമോ സ്റ്റേജിലേക്ക്? കുറച്ച് കുട്ടികൾ ഒന്ന് ഫ്രണ്ടിലേക്ക് വരാമോ? നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റുഡൻസ് പ്ലീസ് കം ഫോർവേഡ്. എല്ലാവരും ദയവേത് വെയിറ്റ് ചെയ്യുക. നമുക്ക് പ്രോഗ്രാം തുടരാനുണ്ട്. കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട്. ഒഫീഷ്യൽ മീറ്റ് മാത്രമാണ് അവസാനിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് നമ്മളുടെ ബിരുദം ലഭിച്ച കുട്ടികളുടെ ഒരു ചെറിയ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയാണ്. സ്വാഭാവികമായി ഇപ്പോഴത്തെ ഇതിനെല്ലാം കാണാം. അതുകൊണ്ട് അങ്ങനെ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയാണ്. എടുത്തോളാം നടക്കാനെ പോകുമെന്ന് പറഞ്ഞു. തിരിച്ചിട്ട് ഫ്രണ്ട് ടീച്ചേഴ്സിനെ ഇല്ല. ഇതിന് പുറകിൽ ഒരു ലെയർ നടത്താം, മുകളിൽ ഒരു ലെയർ നടത്താം. അതൊക്കെ ഇത്രയും പെട്ടെന്നില്ല, തികയില്ല. ടീച്ചേഴ്സ് ദയവേത് ഇങ്ങോട്ടേക്ക് വരാമോ? ടീച്ചേഴ്സ് എല്ലാവരും
അതിപ്പോഴേ ഒന്നും എല്ലാ അധ്യാപകരും ഇത്രയും പെട്ടെന്ന് ഹോളിലേക്ക് എത്തണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇറങ്ങാം. ടീച്ചറെ എണീറ്റ് നിൽക്കാം ടീച്ചറെ അവിടെ ടീച്ചർ ഓക്കെ ഓക്കെ
ഇച്ചിരി ശക്തനാണ്. റെഡി അല്ലേ? എടുക്കാം. ഓക്കെ, റെഡി. എല്ലാവരും നോക്കണേ, എല്ലാവരും ഇവിടെ നോക്കണേ. ഒത്തിരി പേരുണ്ട്, കാണാൻ പറ്റിയല്ല. ടീച്ചറിന്റെ അടുത്ത് ഇങ്ങനെ അലച്ചിരിക്കുന്നത് എനിക്ക്. മതി. ഓക്കെ. മതി. ഓക്കെ. റെഡി. ഇവിടെ നോക്കിയാൽ കൈ താത്തിട്ടെ. എല്ലാവരും നല്ല തിരിച്ചു തന്നേ. എല്ലാവരും നല്ല തിരിയായിട്ട് നിൽക്കട്ടെ. എന്നിട്ട് അവരുടെ ക്യാപ്പ് എടുക്കണം. മാർക്ക് കേട്ടോ. ആ ക്യാപ്പ് എല്ലാവരും നേരെയൊക്കെ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. ഒരു സൈഡിൽ നന്നായിട്ട് ആക്കി വെച്ചാൽ ഇയാളെ ഇച്ചിരി ഫ്രണ്ട് വേണം. യെസ്, ഓക്കെ. ഇയാളെ ക്യാപിച്ച് താത്തി വെച്ച് ഫസ്റ്റ് പെങ്ങച്ചിൻ്റെ താത്തി വെച്ച് പെങ്ങച്ചിൻ്റെ ഇയാളെ ഇച്ചിരി താത്തി വെച്ച് ഇച്ചിരി താഴ്ത്ത്. യെസ്, ഓക്കെ. ആണ് എൻ്റെ താത്തി വെച്ചാ. ഇയാളെ തൊട്ടിപ്പുറത്തെ ആറും ഇച്ചിരി താത്തി വെച്ച ഫ്രണ്ട് താത്തി വെച്ച്. ഇല്ല, മോളിൽ താത്തിക്ക് ഇങ്ങനെ മോളിൽ താത്തി വെച്ച്. ഓക്കെ. മതി. നോക്കി ഒന്നര നോക്കി. ഓക്കെ, പുറകെ നിൽക്കുന്ന ആൾക്കാരൊക്കെ കാണാൻ മാത്രം നിൽക്കണേ. ഓക്കെ, റെഡി. നല്ല ചിരിച്ചിരുന്നേ എല്ലാവരും. ടീച്ചേഴ്സൊക്കെ ഒന്ന് ചിരിച്ചിരുന്നേ. വീഡിയോയിലോ? ഓക്കെ അല്ലേ? ക്യാപ്പ് എടുക്കുന്നുണ്ടോ? റെഡി അല്ലേ? ഓക്കെ, കൗണ്ട് ചെയ്യാം. പറഞ്ഞോ. അതെല്ലാവരും എടുത്ത് കൈ പിടിക്കണോ? കുറച്ച് പൊക്കി പിടിച്ചോ. എല്ലാവരും പിടിച്ചിട്ടുണ്ടോ? ഓക്കെ, റെഡി. 1, 2, 3. അവൻ്റെ ആരുടെയും പൊക്കിയില്ല. അതിലേ പറഞ്ഞാ മതി.
ഓക്കെ, നിങ്ങൾ അകുന്ന പോലെ ടീച്ചർ ചേർന്ന് അകുന്ന പോലെ. ഓക്കെ, റെഡി? 1, 2, 3. വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടോ? ശരിക്ക് കയറിയണം അല്ലേ? ഓക്കെ, റെഡി? റെഡിയാണോ? എല്ലാരും ജസ്റ്റ് ഒന്ന് എടുത്ത് പിടിച്ചോ, ഊരാൻ ബുദ്ധിമുട്ട് വരണ്ട. ഓക്കെ അല്ലേ? ഓക്കെ, റെഡി? 1, 2, 3. ഓക്കെ, കാറ്റാണ്. ഓക്കെ, ഓക്കെ, ഓക്കെ. ഇതിനെ ഇനി കണ്ടിന്യൂസ് പോകണം. കണ്ടിന്യൂസ് ഇത് ഇനിയിപ്പം ഞാൻ കോപ്പി അറിഞ്ഞിട്ടുണ്ട്. അതിപ്പോ ഇപ്പോഴാണ് കൊടുത്തിട്ട് വന്നിരുന്ന പ്രോഗ്രാമാണെന്ന് അറിയില്ല. അത് പറയാം. പ്രോഗ്രാം ഓഫീഷ്യൽ